പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് ആദ്യം വെർട്ടിക്കലായിട്ടൊന്ന് മടക്കുന്നു. പേപ്പറിൻ്റെ കൃത്യം സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ മടക്കുന്നത്. അതിനുശേഷം അതിനെ നോക്കുക. ഇപ്പോൾ നമുക്കത് എൻ്റെ സെൻറ്റർ ലൈൻ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡ് എഡ്ജിനെ സെൻറ്ററിലേക്ക് ഇപ്പോൾ കാണിക്കുന്നത് പോലെ മടക്കുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും മടക്കുന്നു. ഇങ്ങനെ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു രണ്ട് പേപ്പർ മുകൾ ഭാഗത്ത് ഷാർപ്പായിട്ടും വരണം, അതുപോലെ തന്നെ താഴെ രണ്ടും ഒരേ ലെവലിലുമാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മളിത് രണ്ട് സൈഡും മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്ത അതേ രീതി തന്നെ ലെഫ്റ്റിലും റൈറ്റിലും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. ടോപ്പ് സൈഡിൽ ഷാർപ്പായിട്ട് തന്നെ വരിക, സൈഡുകൾ സെൻറ്ററിന് നേരെയും വരുത്താൻ ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതുപോലെ തന്നെ മടക്കുക. ഇപ്പോൾ നമ്മളിത് രണ്ട് സൈഡും മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സൈഡ്സും അകത്ത് വരുന്ന രീതിക്ക് പേപ്പറിൻ്റെ പേജ് മറിക്കുന്നത് പോലെ ഇതിനെ മടക്കുക, ഇപ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ അകത്തേക്ക് മടക്കിയ ഭാഗം തന്നെ നേർഭാഗത്തേക്ക് വീണ്ടും പുറത്തേക്ക് തന്നെ മടക്കുന്നു. ഇപ്പോൾ നമ്മൾ മടക്കുന്ന ഈ ഒരു രീതി രണ്ട് സൈഡിലും ചെയ്യണം. മടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മടക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ എഡ്ജ് ഷാർപ്പായിട്ട് വരണം. അതുപോലെ തന്നെ ആ ഒരു മടക്കുന്ന പേപ്പർ നമ്മുടെ താഴ്ഭാഗത്തിൻ്റെ താഴേക്ക് പോകാനും പാടില്ല. അതേ ലെവലിൽ തന്നെ ആയിരിക്കണം മടക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് പേപ്പർ പ്ലെയിനിൻ്റെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്ലെയിൻ മാത്രമല്ല വേറെ പല ടൈപ്പ് പ്ലെയിനുകളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്തായാലും അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്